ഷാലോം ടെലിവിഷൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളെല്ലാവരെയും ഈ ഡെയിലി മിറർ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാൻ ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ ഇന്നത്തെ പരിചിന്തനത്തിനായിട്ട് നമ്മൾ എടുക്കുന്ന വിഷയം കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1-ാം ലേഖനം 11-ാം അധ്യായത്തിൽ നിന്നാണ്. 11-ാം അധ്യായത്തിൽ 17 മുതലുള്ള വാക്യങ്ങൾ പൗലോസ് പറയുന്ന ചില കാര്യങ്ങൾ നമ്മളുടെ ശ്രദ്ധയിൽ വളരെയധികം ഉണ്ടായിരിക്കേണ്ട ഒന്നാണെന്ന് ഞാൻ കരുതുന്നു. പൗലോസ് പറയുകയാണ്, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നില്ല. എന്തെന്നാൽ നിങ്ങളുടെ സമ്മേളനങ്ങൾ ഗുണത്തിന് പകരം ദോഷമാണ് ചെയ്യുന്നത്. ഒന്നാമത്, നിങ്ങൾ സഭയായി സമ്മേളിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുകളുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. അത് ഭാഗികമായി ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. നിങ്ങളിൽ യോഗ്യരെ തിരിച്ചറിയാൻ ഭിന്നിപ്പുകൾ ഉണ്ടാവുക എന്നതും ആവശ്യമാണ്. നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ കർത്താവിൻ്റെ അത്താഴമല്ല നിങ്ങൾ കഴിക്കുന്നത്. കാരണം ഓരോരുത്തരും നേരത്തെ തന്നെ സ്വന്തം ഭക്ഷണം കഴിക്കുന്നു. തൽഫലമായി ഒരുവൻ വിശന്നും അപരൻ കുടിച്ച് ഉന്മത്തനായും ഇരിക്കുന്നു. എന്ത്, തിന്നാനും കുടിക്കാനും നിങ്ങൾക്ക് വീടുകളില്ലേ? അതോ നിങ്ങൾ ദൈവത്തിൻ്റെ സഭയെ അവഗണിക്കുകയും ഒന്നുമില്ലാത്തവരെ അവഹേളിക്കുകയും ചെയ്യുന്നുവോ? നിങ്ങളോട് ഞാൻ എന്താണ് പറയേണ്ടത്? ഇക്കാര്യത്തിൽ നിങ്ങളെ പ്രശംസിക്കണമോ? ഇല്ല, ഞാൻ പ്രശംസിക്കുകയില്ല. അത്താഴ വിരുന്നിൽ ഭിന്നിപ്പ് എന്നാണ് ബൈബിളിൽ ഈ ഭാഗത്തിൻ്റെ തലക്കെട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് സാധാരണ ഒരു അത്താഴ വിരുന്നല്ല, അപ്പം മുറിക്കൽ ശുശ്രൂഷയാണത്. കർത്താവ് അന്ത്യത്താഴ നേരത്ത് അപ്പമെടുത്ത് വാഴ്ത്തി കൊടുത്തു, വീഞ്ഞെടുത്ത് വാഴ്ത്തി കൊടുത്തു, അതിൻ്റെ ഓർമ്മ. എന്നിട്ട് അവസാനം പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. കർത്താവ് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞപ്പോൾ എന്താ ഉദ്ദേശിച്ചത്? കേവലം അപ്പമെടുത്ത് വാഴ്ത്തി വീഞ്ഞെടുത്ത് വാഴ്ത്തി എല്ലാവരും തിന്നാനും കുടിക്കാനുമാണോ പറഞ്ഞത്? അതോ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ആശയമുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ആ ആശയം ഉണ്ടായിരുന്നത് കൊണ്ടാണ് മത്തായിയും മർക്കോസും ലൂക്കായും രേഖപ്പെടുത്തുന്ന അന്ത്യത്താഴ വിവരണം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണാത്തത്. ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷ അതെന്താണ് എന്ന് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഈ യോഹന്നാൻ്റെ വിവരണങ്ങൾ വായിച്ചു നോക്കണം. അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ചെറിയ ഒരു കാര്യം ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 16-ാം വാക്യത്തിലുമുണ്ട്, അല്ലെങ്കിൽ ആ ഭാഗത്ത് മുഴുവനുമുണ്ട്. എമ്മാവുസിലേക്ക് പോകുന്ന ശിഷ്യന്മാർക്ക് അവസാനം ആ വീട്ടിൽ പ്രവേശിച്ചപ്പോൾ കർത്താവ് അപ്പം മുറിച്ച് കൊടുത്തപ്പോൾ ഈശോയെ അവർക്ക് മനസ്സിലായി എന്ന്. അപ്പം മുറിച്ച് കൊടുത്തപ്പോൾ ഈശോയെ അവർക്ക് മനസ്സിലായി. അപ്പോൾ ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷ എന്ന് പറയുന്നത് കേവലം നമ്മളൊരു വിശുദ്ധ കുർബാന സ്വീകരണമല്ല, അതിനപ്പുറത്ത് എന്തോ ആണ്. അതെന്താണ്? അത് ലോകത്തിന് വേണ്ടിയിട്ട്, ലോകത്തിൻ്റെ പാപങ്ങൾ മോചിക്കാൻ വേണ്ടിയിട്ട് പഴയ നിയമത്തിലെ ആ കുഞ്ഞാടിനെ പോലെ യാതൊരു തെറ്റും ചെയ്യാതെ മറ്റുള്ളവരുടെ പാപങ്ങൾ ഏറ്റെടുത്ത് സ്വയം ബലിയായി തീരുന്നതാണത്. അങ്ങനെ ബലിയായി തീരണമെങ്കിൽ നീ എത്ര വലിയവനാണെങ്കിലും നീ ചില കാര്യങ്ങൾ ചെയ്തേ മതിയാകൂ. ആ കാര്യമാണ് യോഹന്നാൻ പറയുന്നത്. നീ സ്വയം ബലിയാകണമെങ്കിൽ, അതായത് ഈ ലോകത്തിന് പാപപരിഹാരമായി നീ തീരണമെങ്കിൽ, നീ നിൻ്റെ അംഗവസ്ത്രമൊക്കെ മാറ്റിവെച്ചിട്ട്, അധികാരവസ്ത്രമൊക്കെ മാറ്റിവെച്ചിട്ട് ഓരോരുത്തരുടെയും മുമ്പിൽ നീ പാത്രവുമായിട്ട് കാല് കഴുകാൻ കുനിഞ്ഞിരിക്കണം. ആ കുനിഞ്ഞിരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി, കാല് കഴുകുക എന്നുള്ള പ്രവൃത്തി
അടിമകൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അന്നത്തെ കാലത്ത് അടിമകൾ മാത്രമേ ഒരു അതിഥി വീട്ടിലേക്ക് വരുമ്പോൾ കാല് കഴുകി സ്വീകരിക്കുന്ന ആ പതിവുണ്ട്. അത് അടിമകൾ മാത്രമേ ചെയ്യുകയുള്ളൂ. വീട്ടിലെ യജമാനനല്ല, കുടുംബനാഥനല്ല അത് ചെയ്യുക. അതുകൊണ്ട് ഈ യോഹന്നാൻ പറഞ്ഞു വന്നത് ഇതാണ്: അപ്പം മുറിക്കൽ ശുശ്രൂഷ നിങ്ങൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യൂ എന്ന് പറയുമ്പോൾ ഈശോ ഉദ്ദേശിച്ചത് കേവലം ആ ആചരണം നടത്തുക എന്നുള്ളതല്ല. അതിലുപരിയായിട്ട് ഈ കാല് കഴുകൽ, അതായത് സ്വയം ബലിയാവുക ലോകത്തിൻ്റെ പാപപരിഹാരത്തിനായിട്ട്. അതിന് പണക്കാരനും പാവപ്പെട്ടവനും എന്നുള്ള വ്യത്യാസം പാടില്ല. എല്ലാവരും സഭയിൽ തുല്യരാണ്. എല്ലാവരും ഇത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ഇടവകളിൽ പലപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമുണ്ട്. ഒരു പെരുന്നാൾ വരുന്നു. ആരാണ് തോരണം കെട്ടാനും കാല് കുഴിച്ചിടാനും കൊടിയെടുക്കാനും കുടയെടുക്കാനും വരുന്നത്? വലിയ സമ്പന്നർ വരുമോ? സമ്പന്നർ എന്നെ കേൾക്കുന്നുണ്ടാവും. ഒരുപാട് പേരൊന്നും കാണുകയില്ല. നേരെ മറിച്ച് അത്രയൊന്നും ഇല്ലാത്തവരായിരിക്കും വരിക. അപ്പോൾ എവിടെ ഒരു വ്യത്യാസം വരികയാണ്. കൊടിയും കുടയും ഒന്നും ഞങ്ങൾക്കുള്ളതല്ല, അത് ഞങ്ങൾക്ക് മോശമാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്നു. നേരെ മറിച്ച് അത് നമ്മുടെ ഈ കേരളത്തിൽ മാത്രമാണ് അങ്ങനെ ഒരു ചിന്ത. കേരളത്തിന് പുറത്തു പോയി കഴിഞ്ഞാൽ സംഗതികൾ വളരെ വ്യത്യസ്തമാണ്. അവിടെ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ വളരെ വളരെ നേരിയ തോതിലേ ഉള്ളൂ. നമ്മുടെ കേരളത്തിലെ സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ നമ്മുടെ സഭയിൽ ഈ ആഢ്യത്വവും ആഢ്യത്വമില്ലാത്തവരും നമ്മൾ ആ വ്യത്യാസമൊക്കെ ഇന്നും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. നമ്മളതിലേക്ക് വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിച്ച് നോക്കേണ്ടതാണ്. ഇനിയും ഈ 21-ാം നൂറ്റാണ്ടിലും അങ്ങനത്തെ ആഢ്യത്വമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ക്രൈസ്തവ വിശ്വാസത്തിൽ പക്വത പ്രാപിച്ചിട്ടില്ല. പൗലോസ് പറയുമ്പോൾ നിങ്ങളിപ്പോഴും ശിശുക്കൾ തന്നെയാണ്. നിങ്ങൾക്കിപ്പോഴും പാലേ ശരിയാവുകയുള്ളൂ. ഖര പദാർത്ഥങ്ങളൊന്നും ഭക്ഷണങ്ങളൊന്നും നിങ്ങൾക്ക് പറ്റില്ല. നമ്മളിനിയും 1-ാം ക്ലാസ് മുതൽ വേദപാഠം പഠിക്കണമെന്നർത്ഥം. ഇതിനെയാണ് പൗലോസ്, ഇങ്ങനെയുള്ളൊരു പ്രവണതയാണ് ചോദ്യം ചെയ്യുന്നത്. ഇത് ഇന്നൊന്നും തുടങ്ങിയതല്ല. ആദിമ ക്രൈസ്തവ സഭയിൽ തന്നെ പൗലോസ് പറഞ്ഞു, യഹൂദനും ഗ്രീക്കുകാരനും പാവപ്പെട്ടവനും പണക്കാരനും സ്ത്രീയും പുരുഷനും എല്ലാം തുല്യരാണെന്ന് പറഞ്ഞു വെച്ചതാണ്. എങ്കിൽ പോലും മാനുഷികമായിട്ടുള്ള പ്രവണത അവിടെ കടന്നുകൂടി. എന്താ സംഭവിച്ചത്? ഇവിടെ ഈ അത്താഴം കഴിക്കാൻ വരുന്നു, അല്ലെങ്കിൽ അപ്പം മുറിക്കൽ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ വരുന്ന അവസരത്തിൽ കാലക്രമത്തിൽ വന്നു ചേർന്ന ഒരു ആചാരം എന്താണ്? അവർ വീട്ടിൽ നിന്ന് കുറച്ച് വസ്തുക്കൾ കൊണ്ടുവരും. ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷ കഴിഞ്ഞ ശേഷം എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പ്രശ്നം എന്താണ്? പാവപ്പെട്ടവർക്ക് ഒരുപാടൊന്നും കൊണ്ടുവരാനില്ല. പണക്കാർക്ക് ധാരാളം കൊണ്ടുവരാൻ കാണും. അത് ആദ്യമൊക്കെ അങ്ങനെ കൊണ്ടുവന്ന് എല്ലാവരും കഴിച്ചു. പക്ഷേ പിന്നെ വന്നപ്പോൾ ഈ സമ്പന്നർ മാത്രം കൊണ്ടുവന്ന് അവരുടെ സമ്പന്നരായിട്ടുള്ള എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നത് കഴിക്കാൻ തുടങ്ങി. അതിനെയാണ് പൗലോസ് ചോദ്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് കഴിക്കാനാണെങ്കിൽ വീട്ടിലിരുന്ന് കഴിക്കാൻ പാടില്ലേ? ഇവിടെ വന്നിട്ട് ഈ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി കൊണ്ടുവന്ന് തിന്ന് നല്ല വീര്യമുള്ള വീഞ്ഞുമൊക്കെ കുടിച്ച് ഉന്മത്തനായിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? പാവപ്പെട്ടവരെ അവഹേളിക്കാനോ സഭയെ അവഹേളിക്കാനോ? നിങ്ങൾക്കിതുവരെയും സഭയുടെ അരൂപി എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ നിങ്ങളെ ഞാൻ പ്രശംസിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നു, നിങ്ങളിൽ യോഗ്യരെ തിരിച്ചറിയാൻ ഭിന്നിപ്പുകൾ ഉണ്ടാകുക എന്നതും ആവശ്യമാണ്. അതായത് ഇങ്ങനെയൊക്കെ ഭിന്നിപ്പ് വരുമ്പോഴാണല്ലോ മനസ്സിലാവുക ആരാണ് ഇതിനകത്ത് യഥാർത്ഥമുള്ള വിശ്വാസമുള്ളവരെ എന്ന്. യഥാർത്ഥ വിശ്വാസമുള്ളവരൊരിക്കലും ഭിന്നിപ്പുകൾ ഉണ്ടാക്കില്ല. അവർക്കിതൊരു പ്രശ്നമേ ആയിരിക്കുകയില്ല. അപ്പോൾ പൗലോസിൻ്റെ ഈ ഒരു പരാമർശം, അതായത് നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ കർത്താവിൻ്റെ അത്താഴം അല്ല നിങ്ങൾ ഭക്ഷിക്കുന്നത്, ഇത് നമ്മൾ തിരിച്ചറിയണം. യോഹന്നാൻ ഈ കാല് കഴുകലിൻ്റെ ആ വിവരണം കൊണ്ടുവരാൻ കാരണം ഇതാണ്. അദ്ദേഹത്തിൻ്റെ മരണം ഏതാണ്ട് ഒരു AD 100 ആയപ്പോഴത്തേക്കും സഭയിൽ 2-3 തലമുറകൾ കടന്നുപോയി. കർത്താവിൻ്റെ പ്രബോധനം എന്താണെന്ന് അവർ മറന്നു. അപ്പം മുറിക്കൽ ശുശ്രൂഷയുടെ അർത്ഥം എന്താണെന്ന് അവർ മറന്നു. നിങ്ങൾ അത് ചെയ്യുമ്പോൾ കർത്താവിൻ്റെ അത്താഴമല്ല നിങ്ങൾ കഴിക്കുന്നത്. നേരെ മറിച്ച് എന്താ പിന്നെ കഴിക്കുന്നത്? കാരണം അദ്ദേഹം പറയാണ്, കാരണം ഇതാണ്: ഓരോരുത്തരും നേരത്തെ തന്നെ സ്വന്തം ഭക്ഷണം കഴിക്കുന്നു. തൽഫലമായി ഒരുവൻ വിശന്നും അവരൻ
കുടിച്ച് ഉന്മത്തനായും ഇരിക്കുന്നു. എന്ത്, തിന്നാനും കുടിക്കാനും നിങ്ങൾക്ക് വീടുകളില്ലേ? അതോ നിങ്ങൾ ദൈവത്തിൻ്റെ സഭയെ അവഗണിക്കുകയും ഒന്നുമില്ലാത്തവരെ അവഹേളിക്കുകയും ചെയ്യുന്നുവോ? നമ്മുടെ ഇപ്പോഴത്തെ കുർബാനയൊക്കെ എടുത്ത് നോക്കുക. ഈ കുർബാനയെക്കുറിച്ച് പൗലോസ് ഒരുപക്ഷെ ഇത് തന്നെ പറയുമോ എന്ന് ചിന്തിച്ച് നോക്കുക. ദരിദ്രരൊന്നുമില്ലാതെ കിടക്കുന്നു, സമ്പന്നർ കുടിച്ചു മതിച്ച് ഉന്മത്തരായി നടക്കുന്നു. അതുതന്നെയല്ലേ നമ്മുടെ ഭക്ഷണപാനീയങ്ങൾ മാത്രമല്ല. ഒരുപക്ഷെ നമ്മുടെ പള്ളിയിലേക്ക് വരുമ്പോൾ വാഹന സൗകര്യം, ധാരാളം പേര് നല്ല വാഹനത്തിൽ വരുന്നു, വന്നു പോകുന്നു. പക്ഷേ പാവപ്പെട്ടവർ അവർ മൈലുകൾ തന്നെ ചിലപ്പോൾ നടന്നു വരേണ്ടിയും വരുന്നു. അവരുടെ മക്കൾ അതുപോലെ തന്നെ. ഈ സഭയെന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സഭയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ? ചെയ്തേ മതിയാകും. എന്താ നമുക്ക് ചെയ്യാൻ കഴിയുക? നമുക്ക് ചെയ്യാൻ ഒരുപാട് കഴിയും. ധനവാന്മാരായിട്ടുള്ളവർക്ക് എന്തുകൊണ്ട് ഈ നടക്കേണ്ടി വരുന്നവരെ ഒന്ന് സ്പോൺസർ ചെയ്ത് ഒരു വാഹനം ഏർപ്പാടാക്കി പള്ളിയിലേക്ക് കൊണ്ടുവരാമെന്ന് ശ്രമിച്ചുകൂടാ? വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമുക്കറിയാം, ഓരോ മാസം ഒരു 6 മാസം ഒരാൾക്ക് ചെയ്യാം, വേറൊരു 6 മാസം വേറെ ആൾക്ക് ചെയ്യാം. നമ്മുടെ പള്ളികൾക്കൊന്നും അത് തന്നെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അല്ലെങ്കിൽ പലരും കൂടിയിട്ട് ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ സഭയെ നമ്മൾ അവഹേളിക്കാതിരിക്കണം. ഒരാൾ 50 ലക്ഷത്തിൻ്റെ മെർസേഡസ് ബെൻസിൽ വരികയും ഒരാൾ നിരന്തരം നടന്ന് മഴയും നനഞ്ഞു വന്ന് കുർബാനയിൽ സംബന്ധിക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ പൗലോസ് ചോദിക്കുന്ന ചോദ്യം ഇവിടെയും ഉയരും. എന്ത്, നിങ്ങൾ ദൈവത്തിൻ്റെ സഭയെ അവഹേളിക്കുന്നുവോ? നമ്മളുടെ ഈ വലിയ പള്ളി നിർമ്മാണങ്ങളുണ്ട്. ഈ പള്ളികളൊക്കെ കണ്ടിട്ടും പൗലോസ് ഒരുപക്ഷെ ചോദിക്കും, മറ്റ് സ്ഥലങ്ങളിലുള്ള പാവപ്പെട്ട സഭകളെ കണ്ടിട്ട്, എന്ത്, നിങ്ങൾ ദൈവത്തിൻ്റെ സഭയെ അവഹേളിക്കുകയാണോ? ഈ ചോദ്യം നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മളാരും തുരുത്തുകളല്ല. ദൈവത്തിൻ്റെ സഭയെന്ന് പറയുന്നത് ഈ ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപിച്ച് കിടക്കുന്ന ഒന്നാണ്. നമ്മുടെ ചെറിയൊരു ഭൂപ്രദേശത്ത് മാത്രം നമുക്കതിനെ ഒതുക്കി നിർത്താനായിട്ട് കഴിയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ടതാണ്, നമ്മൾ അത് ചെയ്യുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ സഭയെ അവഹേളിക്കലാണത്. ദൈവത്തിൻ്റെ സഭയെ അവഹേളിക്കലാണ്. ദൈവത്തിൻ്റെ സഭയെ അവഹേളിക്കുന്നവർക്ക് ഏതു തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. ഒന്ന്, നമ്മുടെ ഈ സഭാ സമ്മേളനങ്ങൾ ദൈവത്തിൻ്റെ അല്ലെ കർത്താവിൻ്റെ അത്താഴമല്ലാതായി മാറും. ഒരാചാരം മാത്രമായിട്ട് അവശേഷിക്കും അത്. പലപ്പോഴും നമ്മൾ പറയുന്നത് എന്താണ്, എനിക്കൊരു കുർബാന കണ്ടിട്ടൊന്ന് പോകണം. അതൊരു കാഴ്ചയിലേക്ക് അവസാനിച്ചു. നേരെ മറിച്ച് അത് എന്നിൽ ഈ രീതിയിലുള്ള എന്ത് മാറ്റമുണ്ടാക്കി, എൻ്റെ ചുറ്റുപാടുമുള്ളവരിലേക്ക് നോക്കാനുള്ള ഒരു 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 പ്രചോദനം എനിക്ക് അത് തന്നോ? ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും കേവലം ഒരു അപ്പം മുറിക്കൽ ശുശ്രൂഷ, ഒരു അത്താഴമായിട്ട് അത് അവശേഷിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ വളരെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ചില ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ സമ്പന്നമായിട്ടുള്ള സമൂഹങ്ങളുടെ സഭ, നമ്മൾ അന്നത്തെ കാലത്ത്, പൗലോസിൻ്റെ കാലത്തൊരു പക്ഷേ അവിടെ ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു ഈ 2 കൂട്ടരും വന്നിരുന്നത്. ഇന്നൊരു പക്ഷേ നമ്മൾ ഒരുപാട് വിദൂരങ്ങളിലായിരിക്കാം. എങ്കിൽ പോലും വലിയ പ്രസക്തിയുള്ള ചോദ്യമാണിത്. നമ്മുടെ ഇടവകളിൽ തന്നെയുണ്ട് ധാരാളം പേര് ഇങ്ങനെയുള്ളവരുണ്ട്. അവരെ നമുക്ക് എങ്ങനെ അവഗണിക്കാൻ കഴിയും? എല്ലാവരും അങ്ങനെയാണെന്നല്ല, പക്ഷേ ധാരാളം പേര് ഇങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. ഉദാഹരണത്തിന് എനിക്ക് തന്നെ അറിയാം, പലരുണ്ട് വളരെ നിസ്സാരമായിട്ടുള്ള ജോലികൾ ചെയ്ത് ജീവിക്കുന്നവർ. അവർ ഓരോ മാസവും 10ഉം 15ഉം കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണ കിറ്റ് കൊണ്ടു കൊടുക്കുന്നവരുണ്ട്. നിവൃത്തികേട് കൊണ്ട് അവർക്ക് പുറത്തൊന്നും ചോദിക്കാൻ പറ്റാത്തവർ, അല്ലെങ്കിൽ ഭിക്ഷ യാചിക്കാൻ പോകാൻ പറ്റാത്തവർ, അവർക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന ധാരാളം നല്ല ക്രൈസ്തവരുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ആകുന്നില്ല. നമുക്കറിയാം, അങ്ങനെ അതിൽ കൂടുതൽ, എത്രയോ കൂടുതൽ ചെയ്യാൻ പറ്റുന്ന മറ്റനേകം പേരുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മുടെ ഈ ക്രൈസ്തവ അല്ലെങ്കിൽ നമ്മുടെ ഈ സഭ എന്ന് പറയുന്നത് യഥാർത്ഥ സഭയായി മാറുക, ക്രിസ്തുവിൻ്റെ സഭയായി മാറുക. അല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ സഭയെ അവഹേളിക്കുന്നവരായി മാറും. അത് ക്രിസ്തുവിൻ്റെ ബലിയർപ്പണം അല്ലാതായി തീരും. നമ്മൾ പലപ്പോഴും വളരെ
വ്യക്തിഗതമായിട്ടുള്ള ഒരാശയത്തിലേക്കാണ് ഈ ബലിയർപ്പണത്തെ എല്ലാം കൊണ്ടുവരുന്നത്. ഞാനും എൻ്റെ കർത്താവും മാത്രം. അങ്ങനെയല്ല, അതിനെപ്പോഴും ഒരു സാമൂഹ്യമായ മാനമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പള്ളികൾ പൊതു ആരാധന സ്ഥലങ്ങളായിരിക്കുന്നത്. ക്രൈസ്തവ സഭയെന്ന് പറയുന്നൊരു സാമൂഹ്യമായിട്ടുള്ള സമൂഹ മാനമുള്ളതാണത്. അതില്ലാതെ ഈ വിശ്വാസത്തിന് നിലനിൽപ്പുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് പ്രാധാന്യം കൂടുതൽ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളിത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറയുമ്പോൾ ആ യോഹന്നാൻ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടത്. ഈ ലോകത്തിന് പാപപരിഹാരമായി സ്വയം മാറുക. അതിന് നമ്മൾ താഴേക്കിറങ്ങണം. എത്ര വലിയവനാണെങ്കിലും താഴേക്കിറങ്ങിയേ മതിയാകൂ. അങ്ങനെ ഇറങ്ങുമ്പോൾ മാത്രമേ ആ ജീവിതം, ആ വ്യക്തിയുടെ ജീവിതം ക്രൈസ്തവ ജീവിതമായിട്ട് മാറുന്നുള്ളൂ. ഒരു സഭയുടെ ശരിക്കുള്ള അംഗമായിട്ട് മാറുന്നുള്ളൂ. പലപ്പോഴും നിയമപരമായിട്ട് പറയുമ്പോൾ എന്താണ് ഒരു വ്യക്തിയെ സഭയുടെ അംഗമാക്കി മാറ്റുന്നത്? ജ്ഞാനസ്നാനം, സയലേപനം, വിശുദ്ധ കുർബാന, ഇത് മൂന്നും സ്വീകരിച്ചു കഴിയുമ്പോൾ ഒരു വ്യക്തി സഭയുടെ അംഗമായി തീരുന്നു എന്ന് പറഞ്ഞാൽ അത് നിയമപരമായിട്ട് ബാഹ്യമായിട്ടുള്ള സഭയുടെ അംഗമായി തീരുന്നതാണ്. നേരെ മറിച്ച് ആന്തരികമായിട്ട് ആത്മീയമായിട്ട് എപ്പോഴാണ് സഭയുടെ ഭാഗമായി തീരുക? ഈ പാവപ്പെട്ടവനോട് നമ്മൾ, ദരിദ്രരോട് നമ്മൾ ആ ഒരു ഐക്യദാർഢ്യം കാണിക്കുമ്പോൾ മാത്രമാണ്. അല്ലെ നമ്മൾ ആ സഭയുടെ ഭാഗമായില്ല മുഴുവനായിട്ട്. നമ്മൾ ഒറ്റയ്ക്ക് വീണ്ടും ഒരു വശത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും വീടിൻ്റെ കാര്യത്തിലും അതുപോലെ രോഗി പരിചരണം അല്ലെങ്കിൽ ആതുര ശുശ്രൂഷ കാര്യത്തിലും എല്ലാം ഇത് വളരെ പ്രസക്തമാണ്. നമ്മൾ അത് കാണാതെ പോകുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ വലിയൊരു കുറവായിട്ട്, അത് ഒരു അപക്വമായ സമീപന ശൈലിയായിട്ട് അത് മാറുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളിന്ന് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോകുമ്പോൾ എത്രയോ ഭവനങ്ങൾ, വീടുകളാണ് ആരും താമസമില്ലാതെ പൂട്ടിയിട്ടിരിക്കുന്നത് കാണുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ തെക്കൻ കേരളത്തിലാണത് കൂടുതൽ കാണുക. എന്താണ് ഇതിന് കാരണം? അത് മറ്റൊന്നുമല്ല, പ്രത്യേകിച്ച് വിദേശങ്ങളിലുള്ള ആളുകളുടെ വീടുകളാണിത്. അവിടെ ഒരുപക്ഷെ അപ്പനോ അമ്മയോ കാണുമായിരിക്കാം, ഇല്ല ആരെങ്കിലും ഒരാൾ കാണുമായിരിക്കാം. വലിയ വീടുകളാണ്. വാസ്തവത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കുക, ദൈവം നമുക്ക് തന്ന ആ പണവും ആ ഒരു സമ്പത്തുമെല്ലാം നമ്മൾ വെറുതെ വേസ്റ്റാക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് പറയാൻ കഴിയുമോ നമ്മൾ ദൈവത്തിൻ്റെ സഭയിലെ പൂർണ്ണ അംഗത്വം എടുത്തു എന്ന്? നമ്മൾ ദൈവത്തിൻ്റെ സഭയെ മാനിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു പുനർവിചിന്തനം ആവശ്യമായിട്ടുണ്ട്. പൗലോസിൻ്റെ ഈ നമ്മളോട് പറഞ്ഞ ഈ കാര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ നിങ്ങളിൽ യോഗ്യരെ തിരിച്ചറിയാൻ ഭിന്നിപ്പുകൾ ഉണ്ടാവുക എന്നതും ആവശ്യമാണ്. നിങ്ങളിൽ ഭിന്നിപ്പുകൾ ഉണ്ടാവണം. എന്തിനാണ്? ആരാണ് യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസം തിരിച്ചറിയണം. നിങ്ങൾ ഈ തരത്തിൽ യോജിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ ശരിയായിട്ടുള്ള ക്രൈസ്തവ വിശ്വാസികളല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടി വരും. അപ്പോൾ ഇതൊരു തരത്തിൽ പറഞ്ഞ ഒരു മാനദണ്ഡമാണ്. ആരാണ് യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവ വിശ്വാസി എന്ന് തിരിച്ചറിയാനുള്ള ഒരു മാനദണ്ഡം കൂടിയാണിത്. നമ്മുടെ സഭയെ നമ്മൾ, പ്രത്യേകിച്ച് കേരള സഭയെ ഒന്ന് അളന്ന് നോക്കുക. ഈ അളവുകോല് കൊണ്ട് അളക്കുമ്പോൾ നമ്മൾ യോഗ്യരാണോ? കർത്താവിൻ്റെ ആ പീഡകളുടെ ഫലം അനുഭവിക്കാനായിട്ട് നമ്മൾ യോഗ്യരാണോ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണിത്. ഇവിടെ ഈ പണക്കാരനും പാവപ്പെട്ടവരും തമ്മിലുള്ള അന്തരം അതിന്ന് ഒരുപാട് വർദ്ധിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ മറ്റു തലങ്ങളിലേക്കും എത്തും. ആ തലങ്ങളെന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്രകാരം ഈ പാവപ്പെട്ടവരെ പരിഗണിക്കാതെ പോകുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ പണം ഒരുപക്ഷെ വ്യക്തികളുടെ കയ്യിലുണ്ടാകും. അത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക? കൂടുതൽ ഭംഗിയുള്ള പള്ളികൾ പണിയാനും കൂടുതൽ മറ്റ് കെട്ടിടങ്ങൾ പണിയാനും ആഘോഷങ്ങൾ നടത്താനും അല്ലെങ്കിൽ മോടി പിടിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കും. ഇതിലൂടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണ്? മറ്റ് മതസ്ഥർ നമ്മളെ നോക്കി നിൽക്കുന്നുണ്ട്. ഇവർക്ക് ഈ പണമെല്ലാം എവിടുന്ന് കിട്ടി? ശരിയായിരിക്കും, നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമായിരിക്കാം. പക്ഷേ അത് സമൂഹത്തിൽ വലിയൊരു അസൂയ ഉളവാക്കും. അസൂയ ഉളവായാൽ ഉണ്ടാകുന്ന എന്താണ്? അതൊരു പക്ഷേ മറ്റു തലങ്ങളിലേക്ക് വ്യാപിക്കും. നമ്മളും അവരും തമ്മിലുള്ള അകൽച്ച കൂടാനായിട്ടത് ഇടയാക്കും. ഇന്നൊരു പക്ഷേ ഭാരതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അകൽച്ച, വർഗീയമായ അകൽച്ച, മതപരമായ അകൽച്ച, അതിൻ്റെയൊക്കെ കാരണം ഒരു പരിധിവരെ നമ്മൾ ഈ
പണം പാവങ്ങളെ പരിഗണിക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചതല്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. നമ്മളുടെ പോകുന്ന വഴിയിൽ വലിയ ഉയർന്നു നിൽക്കുന്ന ഗോപുരങ്ങളോട് കൂടിയിട്ടുള്ള പള്ളികളൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് അസൂയുണ്ടാകുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ആ അസൂയ മറ്റു തലങ്ങളിലേക്ക് വ്യാപിക്കും. പലതരത്തിലുള്ള വിരോധങ്ങളായിട്ട് രൂപാന്തരപ്പെടും. ആ വിരോധങ്ങളൊക്കെ ഇല്ലാതാകണമെങ്കിൽ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും നമ്മൾ മാറി ചിന്തിക്കുവാനുള്ള ഒരു മനസ്സുണ്ടാകണം. ഇവിടെ നമ്മൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ജീവിക്കുന്ന ഒരു ബഹുസ്വര സമൂഹത്തിലാണ്. പല മതങ്ങൾ, പല വർഗങ്ങൾ, പല ഭാഷക്കാർ ഒരുമിച്ച് ജീവിക്കുന്നൊരു സമൂഹമാണ്. ഇവിടെ നമുക്ക് പരസ്പരമുള്ള ആ വിശ്വാസമില്ലാതെ ഒരിക്കലും മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ഭരണതലങ്ങളിലേക്ക് വരുമ്പോഴും ഈ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകും. നമ്മുടെ ഓഫീസുകളെല്ലാം ക്രൈസ്തവരല്ല ഇരിക്കുന്നത്. നമ്മളെക്കുറിച്ച് അവർക്കുള്ള അഭിപ്രായത്തിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും അവർ പലപ്പോഴും നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തു തരികയോ തരാതിരിക്കുകയോ ചെയ്യുക. അത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല, പക്ഷേ അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള ആ വലിയൊരു അപകട സാധ്യതയും നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം നമ്മുടെ ഈ കാര്യങ്ങളെ അതിനെ ക്രമീകരിക്കുവാനായിട്ട്. പ്രിയമുള്ളവരെ, നമ്മൾക്ക് ഓർക്കാം, നമ്മൾക്ക് കിട്ടുന്ന സമയമാണെങ്കിലും നമുക്ക് കിട്ടുന്ന ഊർജ്ജമാണെങ്കിലും നമുക്ക് കിട്ടുന്ന സമ്പത്താണെങ്കിലും എല്ലാം ഇതുപോലെ നമ്മൾ പാവപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കാൻ തയ്യാറാവുകയും നമ്മളെല്ലാവരുമായിട്ട് ഒരുമിച്ച് ഒരേ സമൂഹത്തിൻ്റെ അംഗങ്ങളായിട്ട് കഴിയുകയും അങ്ങനെ എല്ലാവരെയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ഈ സഭയിൽ പൂർണ്ണമായ അംഗങ്ങളാവുകയുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മൾ ദൈവത്തിൻ്റെ സഭയെ മാനിക്കുന്നുവെന്ന് പറയാനായിട്ട് കഴിയുകയുള്ളൂ. അല്ലെ നമ്മൾ പരമ്പരാഗതമായിട്ട് മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് പോലെയുള്ള ഒന്നായിട്ട് രൂപാന്തരപ്പെടുകയുള്ളൂ. അങ്ങനെയുള്ള ഒന്നാകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആ അധപ്പതനം, അത് സംശയമൊന്നും വേണ്ട, അത് അധപ്പതനം ഉണ്ടാകുമെന്നുള്ളതും തീർച്ചയാണ്. കർത്താവ് മുൻകൂട്ടി വിഭാവനം ചെയ്തിട്ടുള്ളതുപോലെ നമ്മുടെ ഈ സഭ ആ തീക്ഷ്ണതയിൽ അവിടെ നമ്മളോട് കൽപ്പിച്ചതുപോലെ തന്നെ നിങ്ങളോട് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യണം, മറ്റുള്ളവരെ അത് പഠിപ്പിക്കണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ എൻ്റെ ശിഷ്യരായി തീരുക എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ പരിചിന്തനം ഇവിടെ അവസാനിപ്പിക്കാം. കാരുണ്യവാനായ കർത്താവേ, വിശുദ്ധ പൗലോസിലൂടെ ആരാണ് നിൻ്റെ സഭയിലെ യോഗ്യരായിട്ടുള്ളവർ എന്ന് പറഞ്ഞു തരുന്നല്ലോ കർത്താവേ. സഭയിലെ ദരിദ്രരെ അവഗണിക്കാതെ തന്നെ അവരെ കൂടെ കൂട്ടിക്കൊണ്ട് ഈ സഭയിൽ ജീവിക്കുവാൻ മനസ്സുള്ളവരെയാണല്ലോ യോഗ്യരായിട്ട് പൗലോസ് കാണുന്നത്. കർത്താവേ, ഞങ്ങളുടെ സമ്പത്തും ഞങ്ങളുടെ മറ്റെല്ലാ സൗകര്യങ്ങളും, ഭൗതികമായതും അല്ലാത്തതുമായ എല്ലാ സൗകര്യങ്ങളും എല്ലാവരുമായിട്ടും പങ്കുവയ്ക്കുവാനും ഈ സഭയെ ദൈവത്തിൻ്റെ സഭയാക്കി നിരന്തരം നിലനിർത്തുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മനസ്സുകളെയും ഹൃദയങ്ങളെയും അതിനായിട്ട് ഒരുക്കുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേ.